ഹായ് സുഹൃത്തുക്കളെ, ഗോവിന്ദച്ചാമിയുടെ അപ്പൻ സൈനികനായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അന്തിച്ചു പോയിട്ടാ. സൈനികനാ? ആണാ? സത്യമാണോ? സത്യമാണോ? കാര്യമായിട്ടു? അന്ന് അതേ, പുള്ളിക്കാരൻ്റെ അച്ഛൻ സൈനികനായിരുന്നു. സൈനിക പദവിയിലിരുന്ന മനുഷ്യനാണ്. പിന്നീട് അവിടെ നിന്നും വിരമിച്ചൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി കുറേ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് മദ്യപാനം തുടങ്ങി. കടുത്ത മദ്യപാനിയായി മാറി. പിന്നെ രാവിലെ ഒരെണ്ണം മേടിക്കും, ഉച്ചയ്ക്ക് ഒരെണ്ണം മേടിക്കും, പിന്നെ വൈകിട്ട് ഒരെണ്ണം മേടിക്കും. സ്ഥിരം കുടി 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 കുക്കുടി കുടി 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 കുക്കുടി കുക്കുടിയനായി മാറി. കുക്കുടിയനായി മാറിയ ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ പിന്നീട് ഗുണ്ടാപ്പണി തുടങ്ങി, മോഷണം തുടങ്ങി, അറിയപ്പെടുന്ന ഒരു കള്ളനായി മാറി. എന്നാ ആലോചിച്ച് നോക്കി, പട്ടാളക്കാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശമാണ്, നമുക്കൊരു ഒരു 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 കരുത്താണ്. അയാൾ ജീവിതത്തിൽ ആ പട്ടാളത്തിൽ നിന്ന ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന മനുഷ്യരായിരിക്കും. പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു ആർമിക്കാരൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങേരുത് എന്തത്, പട്ടാളത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ മദ്യം കാണാത്ത പോലെ കുടി തന്നെ കുടി കുടി കുടി. അപ്പോൾ ആ സമയത്ത് 2 മക്കളുണ്ട് കേട്ടാ. അതിൽ ഒരാളാണ് നമ്മുടെ ഗോവിന്ദച്ചാമി. നമ്മുടെ അല്ല, പുള്ളിയുടെ മകൻ ഗോവിന്ദച്ചാമി, 2ാമത്തെ മകൻ. മൂത്തത് ഒരു ആൺകുട്ടി. അപ്പോൾ ഭാര്യയായിട്ട് ഭയങ്കര വഴക്കും ഒച്ചപ്പാടും, വീട്ടിലെന്നും തല്ലുകൊടുത്തും തെറിവിളിയും ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഫാമിലിയിൽ. അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയോടോ ഗോവിന്ദച്ചാമിയുടെ ചേട്ടനോടോ ഒന്നും ഒരു താല്പര്യമോ സ്നേഹമോ ഒന്നും ഇയാൾക്ക് ഉണ്ടായില്ല. ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ കൊടും ക്രിമിനൽ ആ ഒരു ലുക്കിലേക്കൊക്കെ പോയി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അലമ്പായി മാറിയതിന് ശേഷം ഇയാളുടെ ഭാര്യ, ഗോവിന്ദച്ചാമിയുടെ അമ്മ, സ്വാഭാവികമായിട്ടൊരു മാനസിക രോഗിയായിട്ട് മാറി. മാനസികമായിട്ടുള്ളൊരു സമനിലയൊക്കെ തെറ്റുന്നൊരവസ്ഥയിലേക്കായി. പിന്നീട് ആ കുട്ടികളെ സ്കൂളിൽ അയക്കാനൊന്നും ഇവർക്ക് സാധിച്ചില്ല. കുട്ടികളെ സ്കൂളിൽ അയക്കാത്തതുകൊണ്ട്, അതായത് ഈ ഗോവിന്ദച്ചാമീനെ സ്കൂളിൽ അയക്കാത്തത് കൊണ്ടും ചേട്ടനെയും ഗോവിന്ദച്ചാമീനെ സ്കൂളിൽ അയക്കാത്തതുകൊണ്ടും സ്വാഭാവികമായിട്ട് അവരും വഴി തെറ്റുന്നൊരു നിലയിലേക്കായി. കാരണം ഈ തട്ടിപ്പും വെട്ടിപ്പും അപ്പൻ ചെയ്യുന്ന പോലെ തന്നെ മോഷണ പരിപാടികളൊക്കെ തുടങ്ങി. ചെറുതാക്കായിട്ടുള്ള മോഷണങ്ങൾ ചെയ്യുമ്പോൾ കയ്യിൽ പൈസ കിട്ടും. ആ പൈസയൊക്കെ എന്തെങ്കിലും മേടിച്ച് കഴിക്കും. പിന്നീട് വീട്ടിൽ വന്നിരിക്കും. അതുപോലെ കൂട്ടുകൂടി ഇങ്ങനെ അലമ്പായിട്ട് നടക്കും. അങ്ങനെയൊക്കെ ആയി മാറി. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു. പിന്നീട് ഇവർ വമ്പൻ ക്രിമിനൽ സംഘത്തിൻ്റെ കൂടെ കൂടാനായിട്ടുള്ള പദ്ധതികളായിട്ട് ട്രെയിൻ കേന്ദ്രീകരിച്ച് കള്ളത്തരങ്ങൾ തുടങ്ങി. കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ആ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. നല്ല പോലെ പൈസ കിട്ടി തുടങ്ങി. പിന്നീട് ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ആൾ വേറെ ലെവലായി എന്നാണ് അറിയണത്. അതായത് ഗുണ്ടാപ്പണിയിൽ സമർത്ഥനായി മാറി. അതുപോലെ തന്നെ യാചക വേഷത്തിൽ ഭിക്ഷാടനം നടത്തുന്നതിലും ഈ മോഷണം നടത്തുന്നതിലൊക്കെ അതീവ വിദഗ്ധനായിട്ടുള്ള സൂത്രധാരൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെയുള്ള ആളായി മാറി. പനവേൽ ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അത് മുംബൈയിലുള്ള ഗ്യാങ്ങാണ്. പിന്നീട് ഈ പുള്ളിക്കാരൻ മുംബൈ ചെന്നപ്പോൾ ഈ ഗ്യാങ്ങായിട്ട് കൂടി മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കിട്ടുന്നതൊക്കെ കൊണ്ടുപോയി ഇവർ അതിന് കാശാക്കും. ആര്യങ്ങളുടെയൊക്കെ മാല പൊട്ടിക്കും, അല്ലെങ്കിൽ പണം കവരും. അവരെ വേണമെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ അകത്തുനിന്ന് നമ്മൾ അറിയാണ്ട് കയ്യൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൈ അപ്പം തന്നെ വെട്ടി ചിലപ്പോൾ കൊണ്ടുപോകും. എന്നിട്ട് ആ കയ്യിൽ കിടക്കണ സ്വർണത്തിൻ്റെ വള, മോതിരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൈ കിട്ടുന്നത് എന്തായാലും എടുത്ത്, സ്വർണ്ണാഭരണങ്ങൾ, പൈസ എന്തായാലും എടുത്ത് ഇവന്മാർ മറച്ച് അതൊക്കെ അങ്ങനെ തിരിമറി ചെയ്യും. അതിന് പറ്റിയ സംഘങ്ങളൊക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇവർ ഈ പൈസക്കും സ്വർണത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ കളവുകളും കവർച്ചയും കൊലയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഇവർക്ക് സുഖിക്കണം, സുഖിച്ചർമാദിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണം, മദ്യപിക്കണം, പെണ്ണ് പിടിക്കണം, അങ്ങനെ ആനന്ദിച്ചാണ് പോകണം. അപ്പോൾ അതിന് പൈസ വേണം, തുട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നത്, കളവുകൾ ചെയ്യുന്നത്, ആളുകളെ പോക്കറ്റ് അടിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ സംഘങ്ങൾ എവിടെയാണെന്നോ ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. യാചകരായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷധാരികളായിട്ടുണ്ടാവാം, കണ്ടുപിടിക്കാനേ സാധിക്കില്ല. ഈ ഗോവിന്ദച്ചാമി ശരിക്കും ഒരു സെക്സ് സൈക്കോ എന്നാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പഠനങ്ങൾ പറയുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പുള്ളിക്കാരന് അതിക്രൂരമായിട്ടുള്ള ഒരു ലൈംഗികതയുടെ കൊടൂരതയുള്ളൊരു സൈക്കോ എന്നാണ് ഇയാളെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആയി മാറി. പനവേൽ ഗ്യാങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ സ്ഥിരം നമ്പറുകളായിട്ട് പണം കവരുക, അതായത് എതിർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ കൊല്ലാനായിട്ടുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടാണ് ഇവരുടെ നടപ്പും പോക്കൊക്കെ. ചെറിയ കുട്ടികളുടെ കയ്യിൽ ബ്ലേഡ്, ചെറിയ കത്തി, അതുപോലെ തന്നെ കണ്ണി തൂവി ഒക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാഴ്ച പോകുന്ന തരത്തിലുള്ള പൊടികളൊക്കെ ആയിട്ട് നടക്കുന്ന അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ഞൊടുക്ക് വിദ്യകളൊക്കെ ആയിട്ട് ഇവർ കുട്ടികളെ തന്നെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ പനവേൽ ഗ്യാങ്. എന്നിട്ട് ഇവർ ട്രെയിനിലേക്കൊക്കെ ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അയച്ചു വിടും. അപ്പോൾ ഇവർ അവിടെ ചെന്നിട്ട് തന്ത്രപരമായിട്ട് അതിവേഗത്തിൽ
പൈസ കളക്ട് ചെയ്യും, ഇവരുടെ താവളത്തിലെത്തും, അത് ഇവർ വീതിച്ചെടുക്കും, എന്നിട്ട് അടിച്ചു പൊളിക്കും. അപ്പം ഈ നമ്മുടെ ഇവൻ എന്താ എൻ്റെ പേര് പറഞ്ഞു, ഗോവിന്ദച്ചാമീനെ പുറത്തിറക്കാനായിട്ട് ആളൂർ വക്കീലിന് പൈസയും കാര്യങ്ങളും അതിൻ്റെ എല്ലാ സപ്പോർട്ടും കൊടുത്തത് പനവേൽ ഗ്യാങ് ആണെന്നൊരു സൂചന ആ കാലത്ത് ഉണ്ടായിരുന്നു. അതായത് ആ കേസ് നിലനിന്ന കാലത്ത്. ഏത് കേസ്? സൗമ്യ വധക്കേസ്. സൗമ്യ വധക്കേസാണ് ഗോവിന്ദച്ചാമിക്കെതിരെ തെളിഞ്ഞതും കണ്ടെത്തിയതും പിടിച്ചതും. 2011 വർഷം, ആ വർഷം അത്രയേറെ വേദനിപ്പിക്കുന്ന ഒരു വർഷം തന്നെയാണ്. 23 വയസ്സുള്ള യുവതീനെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ പരനാറി ട്രെയിനിൻ്റെ അകത്ത് നിന്ന് പിടിച്ച് പുറത്തേക്ക് തള്ളി മറിച്ചിട്ടു. ആ പാവം തലയടിച്ചാണ് വീണത് ഈ യുവതി. അപ്പോൾ ആ തലയടിച്ച് വീണതിൻ്റെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കാതെ കിടന്ന കിടപ്പിൽ തന്നെ ഈ യുവതീനെ ബലാത്കാരമായിട്ട് പീഡിപ്പിച്ചു എന്ന് ഈ തെണ്ടി റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിക്രൂരമായ ബലാത്സംഗ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ യുവതി കുറേ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ ആ ശ്രമം അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞപ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ഈ കൊടും ക്രിമിനൽ, ഈ ദുഷ്ട പരമനാറി തെണ്ടിച്ചെറ്റ കരിങ്കല്ല് കൊണ്ട് മുഖത്തിടിച്ചും തലക്കൊക്കെ ഇടിച്ച് ഒരുപാട് പരുക്കേൽപ്പിച്ചു, അതിക്രൂരമായിട്ടുള്ള പരുക്കേൽപ്പിച്ചു. അതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യക്തമായിട്ട്. അപ്പോൾ ആ കാരണത്താൽ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയും കൊടുക്കാൻ സാധ്യമല്ലെന്ന് കേരളത്തിലെ ഹൈക്കോടതി വിധിച്ചതാണ്. അതിവേഗ കോടതി വിധിച്ചതാണ്. 2011 ഈ കേസ് നടക്കുന്നത്. തൃശ്ശൂരിലെ അതിവേഗ കോടതി വിധിച്ച കേസാണ്. പക്ഷേ സുപ്രീം കോടതി ചെന്നപ്പോൾ കാര്യങ്ങളാകെ സർവ്വം മായയായി മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളൂർ വക്കീൽ വന്നു ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ. ഞങ്ങളുടെ മാന്യ സുഹൃത്ത് ഗോവിന്ദച്ചാമി പാവമാണ്, പഞ്ചപാവം, അവനെ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞു. ആളൂർ വക്കീലില്ല. അയാളെ നമ്മൾ അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ആ കാലത്ത് ക്രിമിനൽ വക്കീലാണ് ആളൂർ. അപ്പോൾ ആളൂർ ഇത്തരം കേസുകളാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ആള്, രക്ഷപ്പെടുത്തേണ്ട ആള് ഗോവിന്ദച്ചാമിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിയുടേതായിട്ടുള്ള ആ കർമ്മം നിർവഹിച്ചു എന്നാണ് ആളൂർ വക്കീൽ പറയുന്ന കാര്യം. അങ്ങനെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ച് അങ്ങനെ ഘോരമായ വാദം മുറുകി. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമല്ല, വാഗ്ധോരണങ്ങൾ കൊണ്ടുള്ള ആ ഒരു സംഹിത അവിടെ മുറുകി. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ അകത്ത് നിന്നും എന്താ പറയുക, ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനെ ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു മനസ്സിൻ്റെ അകത്തുനിന്നും വരുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള അതിയായിട്ടുള്ള സ്നേഹം അവിടെ പൊട്ടി ഒലിച്ചു. ആ ഒലിച്ചതിൻ്റെ ഇതായിരിക്കാം അവിടുത്തെ എന്താ പറയുക, ന്യായാധിപന്മാരൊക്കെ രേഖകൾ എഴുതി തയ്യാറാക്കി. എന്താണ് ആ രേഖ? ഇതാണ് ആ രേഖ. ഏതാണ് ആ രേഖ? വികലാംഗനായി ഗോവിന്ദച്ചാമിക്ക് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ സാധിക്കില്ല, അല്ല തള്ളിയിട്ട് കൊല്ലാൻ സാധിക്കില്ല, ട്രെയിനിൽ നിന്നും തള്ളി ബലം പ്രയോഗിച്ചൊന്നും അടിച്ചു വീഴ്ത്താനൊന്നും സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനം റിപ്പോർട്ട് അന്നുണ്ടായെന്ന് പറയപ്പെടുന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ പിന്നെയും വാദം മുറുകി. വാദം, മലം, കഫം, പിത്തം എന്നൊക്കെ പറയണ പോലുള്ള ഓരോരോ കോപ്രായങ്ങളൊക്കെ മുറുകി അവിടെ. ആ മുറുക്കത്തിൻ്റെ ഒടുവിലായിട്ട് വധശിക്ഷ എന്നുള്ള അതിൽ നിന്ന് താഴത്തേക്ക് വന്നു. അതായത് ബലാത്സംഗം ചെയ്തു എന്നുള്ള ശിക്ഷയിൽ മാത്രം ഇയാളെ ചുരുക്കി വെച്ചു. അല്ലാതെ സൗമ്യയെ കൊല്ലാനായിട്ട് ഒരു വികലാംഗനായ, ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി എന്ന യുവാവിന് സാധിക്കില്ല എന്നൊരു അഭിപ്രായത്തിൽ ഇങ്ങനെ കറങ്ങി നിന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെയാണ് ആ കേസ് ജീവപര്യന്തത്തിൽ ഒതുങ്ങിയത്. ബലാത്കാരമായ പീഡനത്തിനൊടുവിൽ ആ യുവതിയുടെ കയ്യിലുണ്ടായിരുന്നത്, ആ പാവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 70 രൂപയും ഒരു സാധാരണ ഒരു മൊബൈൽ ഫോണും ഉണ്ടായി. അതുവരെ അടിച്ചു മാറ്റിയ പരമദ്രോഹിയാണ് ഇവൻ, ഈ ഗോവിന്ദച്ചാമി എന്ന് പറയണ ഇവൻ ചാമി. അപ്പോൾ തമിഴ്നാട്ടിലെ സേലത്തൊക്കെയാണ് ഇവൻ്റെ വീടും നാടും കുടുംബം. ഏതോ സുഹൃത്ത് വഴിയാണ് കേരളത്തിലെത്തിയത് മുതൽ ഇവൻ്റെ ഐഡിയപരമായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങി. ട്രെയിനിനകത്ത് അമ്മേനെ കണ്ടോ എന്ന് യാചക വേഷത്തിൽ ഭയങ്കര വയ്യായിക പോലെ ദുർബലമായിട്ട് സംസാരിച്ചൊക്കെയാണ് പുള്ളി ഓരോരോ അടവുകളായിട്ട് മുന്നോട്ട് പോകുന്നതും. ആളുകൾ ഒറ്റപ്പെട്ട ഏരിയയിലെത്തി അല്ലെങ്കിൽ അവിടെ നിൽപ്പുണ്ട്, അവർ നമ്മളെ ആക്രമിക്കില്ല, അവർ ഭയങ്കര ദുർബലരാണ് എന്ന് കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ചാടി വീഴുകയും അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പിടിച്ച് പറിക്കുകയും അവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള കത്തിയോ എന്തെങ്കിലും ക്രൂരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവും, അത് വെച്ച് വേണമെങ്കിൽ കുത്തി വീഴ്ത്തി അയാളെ തീർക്കാനുള്ള പരിപാടികളൊക്കെ ഇവനെ അറിയാമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ജീവപര്യന്തത്തിൽ ഒതുങ്ങിയതുകൊണ്ട് എന്തുണ്ടായി? ഈ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അകപ്പെട്ടു, അവിടെ കിടന്നു. പുള്ളി ഒന്നാലോചിച്ചു എങ്ങനെ പുറത്ത് ചാടണം. പുള്ളിക്കാരൻ ആ സമയത്ത് ഇത്തിരി ഫുഡൊക്കെ കഴിച്ച് ഇത്തിരി വണ്ണമൊക്കെ വെച്ച ആളായിരുന്നു. പിന്നീട് പുള്ളി ഒന്ന് ആലോചിച്ചു എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് ചാടണം. പനവേൽ ഗ്യാങ്ങിൻ്റെ ഒപ്പം ചേരണം, പൈസ ഉണ്ടാക്കണം, സെക്സ് ഒക്കെ ചെയ്തൊന്ന് അടിപൊളിയാവണം, ഒന്നും കൂടി ഒന്ന് ഉന്മേഷവാനായിട്ട് തിരിച്ച് അടിച്ച് മുന്നോട്ട് ഇങ്ങനെ ചറപ്പറ
ലെവലായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ആസൂത്രണമായിട്ട് ജയിലിൽ നിന്ന് എങ്ങാടെന്നൊക്കെ പുള്ളി ആക്സോ ബ്ലേഡ് പൊക്കിയെന്ന് കേൾക്കുന്നു. എന്നിട്ട് അത് വെച്ച് കമ്പി മുറിച്ചു എന്ന് കേൾക്കുന്നു. കമ്പി മുറിക്കാനായിട്ട് ഉപ്പെടുത്തുകൊണ്ട് വന്ന് അത് തുരുമ്പിച്ചു എന്ന് കേൾക്കുന്നു. തുരുമ്പിച്ച് കഴിയുമ്പോൾ കമ്പി പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുമല്ലോ, അങ്ങനെയുള്ള ഐഡിയ ഒക്കെ പുള്ളി ചെയ്തു എന്ന് കേൾക്കുന്നു. എന്നിട്ട് മുറിച്ച കമ്പി കാണാതിരിക്കാൻ തുണി ചുറ്റിയെന്ന് കേൾക്കുന്നു. എന്തിന് തുണി ചുറ്റിയെന്ന് ചോദിച്ചപ്പോൾ എലി കയറാതിരിക്കാനാണെന്ന് കേൾക്കുന്നു. അങ്ങനെ മാസങ്ങളോളം എടുത്ത ആ പ്രയത്നത്തിനൊടുവിൽ കമ്പി മുറിച്ചു. പക്ഷെ കമ്പി മുറിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് കടക്കണമെങ്കിൽ മെലിഞ്ഞ ശരീരം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി മെലിച്ചലിനും കൂടിയുള്ള പരിപാടികളും ചെയ്തു. എന്ത് ചെയ്തു? ചോറ് ഉപേക്ഷിച്ചു, ചപ്പാത്തി മാത്രം കഴിച്ചു. ചപ്പാത്തി കഴിച്ചു പുള്ളി വണ്ണം കുറച്ചു, മെലിഞ്ഞ് നല്ല സ്ലിമ്മളായി കോമളനായി പുള്ളിക്കാരൻ അത് സെല്ലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടന്നു. അങ്ങനെ മതിൽ ചാടി, ഭയങ്കര ഉയരമുള്ള മതിലൊക്കെ പുള്ളി അടുത്ത് ചാടി ഓടി രക്ഷപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തളാപ്പ് എന്ന് പറഞ്ഞൊരു വീടിൻ്റെ പരിസരത്തായിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു. മീഡിയക്കാർ പുറകെ പാഞ്ഞു, മറ്റേ ഗോവിന്ദച്ചാമി ഇവിടെയുണ്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ ചെല്ലുമ്പോൾ ഈ പന്നപ്പട്ടി ഒരു കിണറിൻ്റെ അകത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. വേഗം തന്നെ പുള്ളീനെ പൊക്കി. അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പൊക്കി കൊണ്ടുവന്നു. അപ്പോൾ ആ കിണറ്റിൽ നിന്ന്, ആ വീട്ടിലത്തെ കിണറ്റിൽ നിന്ന് ഇവനെ പൊക്കി മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കൈ വീശി ടപ്പോ ഒന്ന് ഒറ്റയടി അടിച്ചോളൂ. പക്ഷെ നല്ലൊരു അടിയായിരുന്നു. പിന്നെ ഇവനെ തിരക്കിൻ്റെ ഇടയിൽ പോലീസുകാരൊക്കെ കൂടി ഇങ്ങനെ ആനയിച്ച് ഒരു സിനിമയുടെ നായകനെ പോലെ ഇങ്ങനെ കൊണ്ടിരുന്നില്ല. ആ ടൈമിൽ ആരോ ഇവൻ്റെ പുറകെ കൂടി ഇവൻ്റെ തലക്കിട്ട് ടിഷ്കു എന്ന് പറഞ്ഞൊരു ഇടി ഇടിച്ച്. അത് കിട്ടില്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരു മെഡൽ വെച്ച് കൊടുക്കണം കേട്ടോ. അവരെ തിരിച്ചറിയണ ആരെങ്കിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കണം. അവർ നല്ല കാര്യമാണ് ചെയ്തത്. കാരണം ഇവൻ ചെയ്ത തെണ്ടിത്തരം അത്രയേറെ ക്രൂരമാണ്, കൊടൂര കൃത്യമാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു എന്താ, അങ്ങനെ ഒരു കൃത്യം, അങ്ങനെ ഒരു കുറ്റം ഞാൻ ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ഭാവ വ്യത്യാസം പോലെ അവൻ്റെ ഭാഗത്തു നിന്നില്ല. അവനിതില്ല, അവനതിൽ പശ്ചാത്തപിക്കുന്നില്ല. അവൻ അത്രയേറെ സൈക്കോയാണ്, ക്രിമിനലാണ്. സൈക്കോ എന്താണെന്ന് ചോദിച്ചതേ ഇവനെ എടുത്ത് ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ എടുത്ത് കാണിക്കുക. ഇതാണ് സൈക്കോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോ, ഇതാണ് സൈക്കോ. അപ്പൊ ഇവൻ നാട്ടിലിറങ്ങിയ പെൺകുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ജീവന് ഭീഷണി തന്നെയാണ്, ഏത് നാട്ടിൽ പോയാലും. ഇപ്പൊ നമ്മുടെ നോട്ടത്തിൽ ഇവൻ ചിലപ്പോൾ ഈ സൗമ്യ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടീനെ മാത്രം ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുള്ളൂ എന്നായിരിക്കും നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കണ്ണിൽ. പക്ഷെ ഇവൻ്റെ പണ്ടത്തെ കേസുകളൊക്കെ പഠിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂകളിൽ കൂടി ചിലപ്പോൾ സത്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരാൻ ഇരിപ്പുണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ പല പെൺകുട്ടികളെയും പല ആൺകുട്ടികളെയൊക്കെ ഇവൻ സെക്സ് ചെയ്ത് കൊന്നിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അത്രയേറെ ആണിനെന്നോ പെണ്ണിനെന്നോ വ്യത്യാസമില്ലാതെ അതിക്രൂരമായിട്ട് സെക്സ് ചെയ്യാനായിട്ടുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത്, തലച്ചോറിൻ്റെ അകത്ത് വട്ടം ചുറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു കാമഭ്രാന്തനാണ് ഗോവിന്ദച്ചാമി. അല്ലാതെ അവനെ വീരപുരുഷനാക്കേണ്ട കാര്യമില്ല, അവനെ പുണ്യാളനാക്കി ഇങ്ങനെ ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഒരു തരത്തിലും വലിയ ഒരു ബ്രഹ്മാണ്ഡ നായകനാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സെക്സ് ചെയ്യുന്ന അതിഭീകരനായിട്ടുള്ള സൈക്കോ ആണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് തെളിഞ്ഞിട്ടും പിന്നെയും ഇവനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ തീർത്ത് കളയാനുള്ള നിയമം ഇല്ലെങ്കിൽ അത് എങ്ങനെയാലും എഴുതി ഉണ്ടാക്കണം. എന്നിട്ട് ഇവനെ അടപ്പടലം പൂട്ടി തീർക്കുകയാണ്. ഇവൻ വേണ്ട ഇനി. അല്ലെങ്കിൽ ഇനി കാലങ്ങൾ കഴിയുമ്പോൾ, കുറേ കാലം കഴിയുമ്പോൾ ഇവൻ വല്ല പാഠപുസ്തകത്തിൽ ഇവൻ്റെ ജീവചരിത്രം നമുക്ക് പഠിക്കാൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇവൻ്റെ ആത്മകഥ ഇറങ്ങും. ഇവൻ വലിയ ജീനിയസ് ആയിട്ട് മാറും, വലിയ പ്രതിഭയായിട്ടൊക്കെ വാഴ്ത്തപ്പെടും. ചിലപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൂടാന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നടവേ, ഇവന് ചെറിയ ബുദ്ധി അല്ലാട്ടാ. ഇവന് ചെറിയ ബുദ്ധിയല്ല. ഈ ദൃശ്യം സിനിമയിൽ മോഹൻലാലിന് 4 വയസ്സുകാരൻ്റെ ബുദ്ധി എന്നൊരു ഡയലോഗ് അതിൽ എപ്പോഴെപ്പോഴും എടുത്ത് പറയുന്നുണ്ടല്ലോ. ആ ഒരു ഡയലോഗ് പോലെയാണ്. ഇവൻ്റെ ചെറിയ ബുദ്ധിയല്ല, ഗോവിന്ദച്ചാമിക്ക് ചെറിയ ബുദ്ധിയല്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആസൂത്രണം ചെയ്ത് കാത്തിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒറ്റ കൈയുള്ള ഒരാൾക്ക് പെട്ടെന്ന് സാധിക്കാത്ത പല കാര്യങ്ങളും ഗോവിന്ദച്ചാമിക്ക് സാധിച്ചിരിക്കുന്നു. അപ്പം അന്ന് സുപ്രീം കോടതി ഒഴിവാക്കിയത് ഇങ്ങേര് വികലാംഗനായതുകൊണ്ടും അതുപോലെ തന്നെ ഒരു യുവതീനെ കീഴ്പ്പെടുത്തി കൊല്ലാനോ അല്ലെ തള്ളിയിടാനായിട്ടുള്ള ഒരു ശാരീരിക ബലമോ ഒന്നും തന്നെ ഇയാൾക്ക് ഇല്ല എന്നുള്ളൊരു രേഖപ്പെടുത്തലിലാണ് വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായി മാറിയത്. പക്ഷേ ഇങ്ങേരിപ്പോൾ കാണിച്ച സർക്കസ് എല്ലാവരും കണ്ടതല്ലേ. ഇയാളെ ഒരു ഒളിമ്പിക്സിന് വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉറപ്പാണ്. മതിൽ ചാടുന്നതും മോളിൽ കയറുന്നതും ഓടുന്നതും ചാടുന്നതും പോകുന്നതും ഉസൈൻ ബോൾട്ടിനെ വരെ ഓടിത്തോൽപ്പിക്കാനുള്ള കരുത്ത് ഇങ്ങേർക്കുണ്ട്. പാര ഒളിമ്പിക്സിൽ ഒക്കെ പോയ സൂപ്പറായിട്ട് സ്വർണം കിട്ടാനുള്ള ഒരു ഐറ്റമാണിത്. സന്തോഷ് പണ്ഡിറ്റ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി അടുത്ത ദിവസം തന്നെ. ആദ്യവട്ടം പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇങ്ങേര് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ചിലപ്പോൾ ഇനിയും ശ്രമങ്ങൾ തുടരാൻ സാധ്യത കൂടുതലാണ്.
പുള്ളി ചിലപ്പോൾ ഈ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ സംഘത്തിലാണ് ചെന്ന് ചേരണേന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതുപോലെ കൊടൂര സംഘങ്ങളായിട്ടുള്ള ബന്ധമൊക്കെ ഇയാൾക്ക് ഇനി ഉണ്ടാകും. അപ്പോൾ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.